ചേട്ടാ നമസ്കാരം. എന്താണ് നല്ല വെയിലാണല്ലോ, ഭയങ്കര ചൂട്. ഈ കുടയും പിടിച്ച് കുട പിടിച്ചാലും രക്ഷയില്ലല്ലേ? ഒരിത്തിരി വെള്ളം കിട്ടാൻ വല്ല മാർഗമുണ്ടോ? നമ്മള് എപ്പോഴും എല്ലാ ദിവസമായിട്ട് കുറെ ഒരു 1.5 മാസമായിട്ട് ഇവിടെ എപ്പോഴും ഇത് കുഴപ്പമില്ല, സംഭാരം കൊടുക്കുന്നുണ്ട്. നല്ല സംഭാരം, ഭയങ്കര തിരക്കാണ്. എല്ലാം എവിടെയാണ്? ഇവിടെ അടുത്താണോ? ഇവിടെ തൊട്ടടുത്താണ്. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ദീപപൂജാര ഇവിടെ തൊട്ടടുത്ത് നല്ല സംഭാരം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നല്ല വേനലിൽ നമുക്ക് ഈ ചൂടത്ത് നല്ല വെയിലുള്ള സമയത്ത് നല്ല തണുപ്പുള്ള ആ ഒരു ദാഹജലം കുടിക്കാനായിട്ട് അങ്ങ് പോകാം. നല്ല അടിപൊളിയാണല്ലോ. ഇതെത്ര നാളായി ഇത് തുടങ്ങിയിട്ട് നിങ്ങൾ? ഇത് കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് ആരംഭിച്ചത് ഇവിടുത്തെ ഡെപ്യൂട്ടി തഹസിൽദാർ സാറ് ആണ് നമ്മളെ പരിപാടി ഇനോഗ്രേഷൻ ചെയ്തത്. അന്ന് മുതൽ ഏകദേശം ഒരു ഇന്ന് 26 ദിവസമായി. നമുക്ക് വളരെ ആഹ്ലാദവും സന്തോഷമുണ്ട്. നമ്മളെ ഈ ജനകീയ ദാഹപ്പന്തലായി മാറിയത് ഇവിടെ ഏകദേശം 15,000-ഓളം പേർക്ക് നമുക്ക് ഈ വേനൽ ചൂടിൽ നിന്നും ഒരു ആശ്വാസം കൊടുക്കാൻ നൽകി. അവർ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ ഒന്ന് പറയുന്ന, പിന്നെ ഒരു താങ്ക്സ് പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയൊരു ഇതിലെ സന്തോഷമുള്ള കാര്യം. നമ്മൾ ഇലക്ഷൻ ദിനത്തിൽ കൂടുതൽ ജനങ്ങൾ അവർ വോട്ട് ചെയ്യാൻ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ നമ്മൾ അന്ന് 150 ലിറ്റർ നമ്മൾ പൊതുജനങ്ങൾക്ക് അന്ന് ഈ മോര് കൊടുത്ത് സേവനം നൽകി. ഇത് മെയിൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമ്മളെ വൈഫ് തന്നെയാണ്, മാഡമാണ്. നമ്മൾ ഈ എല്ലാ ദിവസവും നമ്മൾ ആദ്യമേ ജീരകം മേടിച്ച് അത് ഉണക്കി റോസ്റ്റ് ചെയ്ത് അത് പൊടിച്ചിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് ഈ മോരിൽ മിക്സ് ചെയ്യുന്ന മെയിൻ പ്രധാന ഒരു സ്പൈസസ് ഇൻഗ്രീഡിയൻറ്റ്. ആ സ്പൈസസ് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടാണ് മാറുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ മലയാളി ടേസ്റ്റിന് വേണ്ടി എല്ലാവർക്കും എരിവ് കുറച്ച് വേണം. അതുകൊണ്ട് ഇഞ്ചി മുളകും വേപ്പിലയുടെ പേസ്റ്റും നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. മിക്കപ്പോഴും എങ്ങനെയുണ്ട് ഇവിടെ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? നല്ല കാര്യമല്ലേ? ഏറ്റവും നല്ല കാര്യമല്ലേ? ഏറ്റവും നല്ല കാര്യം. ഇവര് എല്ലാ കൊല്ലവും ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ. എപ്പോഴും ഉണ്ട്. നല്ല ടേസ്റ്റും നല്ല രസവും വയറിന് നല്ലത്, ദാഹത്തിനും നല്ലത്. കൊടുഞ്ചൂടില് പിന്നെ പുണ്യം ചെയ്യുന്ന കാര്യമല്ലേ? നല്ല രീതിയിൽ കൊടുക്കണ്ടേ? എല്ലാ കൊല്ലം ഇതേപോലെ കൊടുക്കാറുണ്ട്. ജീരകമൊക്കെ ഇട്ട് ഒരു വയറിന് ഒരു പ്രോബ്ലമൊന്നുമില്ല. ബിസ്ലറി വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞില്ല, പിടിപ്പിയുടെ തൈരെടുത്തിട്ട് ഇത് ചെയ്തു കൊടുക്കും. ഞാൻ ഇതിൽ പാസ് ചെയ്യുമ്പോൾ കയറാറുണ്ട്. ഈ കൊടുംചൂടിൽ എത്ര കുടിച്ചാലും മതി വരില്ല. 2 ഗ്ലാസ് നേരത്തെ കുടിച്ചു, ഇത് വീണ്ടും എടുത്തിരിക്കുകയാണ് 2 ഗ്ലാസ് കൂടെ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് വളരെ രുചികരമായി ആരോഗ്യത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലാണ് ദീപക് പൂജാരയും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള കുടുംബാംഗങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് മൈത്രി സോഷ്യോ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും കഴിഞ്ഞ 26 ദിവസമായിട്ട് ഇത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റിബല്ലോ.